So a function f of x is called a periodic function if there exists a positive real number p such that f of x plus p equal to f of x for all x belongs to R. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് റിയൽ നമ്പർ പി കിട്ടും സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയും. ഈ പിന്നെയാണ് നമ്മൾ പറയുക പീരിയഡ് ഓഫ് ദ ഫംഗ്ഷൻ. പീരിയഡ് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് പീരിയോഡിക് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആവണമെങ്കിൽ അതിനൊരു പീരിയഡ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് റിയൽ നമ്പർ പി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? സൈനും കോസും അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. കാരണം എന്താ? സൈൻ എക്സും സൈൻ എക്സ് പ്ലസ് 2πയും സെയിം അല്ലേ? സൈൻ 2π പ്ലസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അതുപോലെ കോസ് 2π പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? സൈൻ എക്സും കോസ് എക്സും ഒക്കെ എന്താണ്? പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് വിത്ത് പീരിയഡ് 2π. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വൺ സൈൻ എക്സ് കോസ് എക്സ് ആർ പീരിയോഡിക് വിത്ത് പീരിയഡ് 2π. ഓക്കെ, ഇനി ഏതാ? ടാൻ എക്സിൻ്റെ പീരീഡ് എന്തായിരിക്കും? ടാൻ എക്സിൻ്റെ പീരീഡ് പൈ ആണ് കേട്ടോ. ടാൻ എക്സ് പ്ലസ് പൈ ഈക്വൽ ടു ടാൻ എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സ് ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് പൈ. അപ്പോൾ സൈൻ എക്സ് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, കോസ് എക്സ് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, അതിൻ്റെ രണ്ടിൻ്റെ പീരീഡ് 2π. അതുപോലെ ടാൻ എക്സ് ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിച്ച് ഹാസ് ദ പീരിയഡ് പൈ. തേർഡ് വൺ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ നോക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ പീരിയോഡിക് ആയിരിക്കുമോ? ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ തന്നാൽ പീരിയോഡിക് ആയിരിക്കുമോ? അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പി എടുക്കാം, പി അല്ലെങ്കിൽ ഒരു ആൽഫ എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ആൽഫ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സി ആയിരിക്കും. അപ്പോൾ ഏതൊരു ആൽഫ എടുത്താലും എന്താണ്? ആൽഫ പീരീഡ് ആണ് അല്ലേ? അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് എ പീരിയോഡിക് ഫംഗ്ഷൻ. പീരീഡ് അതാ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറും പീരീഡ് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. അതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി പോസിറ്റീവ് റിയൽ നമ്പർ ഈസ് എ പീരീഡ്. ഓക്കെ, ഇനി പീരിയോഡിക് ഫംഗ്ഷൻ അല്ലാത്ത എക്സാമ്പിൾ നോക്കാമല്ലോ. ഏതൊക്കെയാണ് ഉണ്ടാവുക? സിമ്പിളായിട്ട് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ പീരിയോഡിക് അല്ല അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് പ്ലസ് പി എന്താണ്? എക്സ് പ്ലസ് പി ഹോൾ സ്ക്വയർ ആണ്, നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ പീരിയോഡിക് അല്ല, എക്സ് പീരിയോഡിക് അല്ല, എക്സ് ക്യൂബ് പീരിയോഡിക് അല്ല. അപ്പോൾ അത് പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. അതുപോലെ വേറെ പീരിയോഡിക് ഫംഗ്ഷൻ അല്ലാത്ത എക്സാമ്പിൾ എന്തൊക്കെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എടുത്തോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എടുത്താൽ എന്താണ്? ഇ റേസ് ടു എക്സ് പ്ലസ് പി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു പി ആണ്, നോട്ട് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഈക്വൽ ടു ആണെങ്കിൽ പി 1 ആയിരിക്കണം, അല്ല പി 0 ആയിരിക്കണം. ഇ റേസ് ടു പി 1 ആയിരിക്കണം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പി എന്ന് പറഞ്ഞാൽ പീരീഡ് എപ്പോഴും പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കണ്ടേ? അപ്പോൾ ഇതും പീരിയോഡിക് അല്ല, നോട്ട് പീരിയോഡിക്. അതുപോലെ ലോഗ് എക്സ് അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. പിന്നെ കോസ് എച്ച് എക്സും സൈൻ എച്ച് എക്സും പീരിയോഡിക് അല്ല കേട്ടോ. ലോഗ് എക്സ് പീരിയോഡിക് അല്ല. കോസ് എക്സും സൈൻ എക്സും പീരിയോഡിക് ആണ്, പക്ഷേ കോസ് എച്ച് എക്സും സൈൻ എച്ച് എക്സും പീരിയോഡിക് അല്ല. കാരണം എന്താ? ഇത് രണ്ടും ഇ റേസ് ടു എക്സ് എന്ന ടേംസിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. കോസ് എച്ച് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 അല്ലേ? ഇ റേസ് ടു എക്സ് പീരിയോഡിക് അല്ലാത്തതുകൊണ്ട് കോസ് എച്ച് എക്സും സൈൻ എച്ച് എക്സും പീരിയോഡിക് അല്ല. അതിന് നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് നോക്കുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ പീരിയോഡിക് ഫംഗ്ഷൻ്റെ പീരീഡ് പി ആണെങ്കിൽ എൻ പിയും അതിൻ്റെ ഒരു പീരീഡ് ആയിരിക്കും. ഓക്കെ, എഫിൻ്റെ പീരീഡ് പി ആണെങ്കിൽ എൻ പിയും ഒരു പീരീഡ് ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഫ് എടുത്തു വിത്ത് പീരീഡ് പി. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് പ്ലസ് 2p എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് 2p എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് പി പ്ലസ് പി അല്ലേ?
എഫ് ഓഫ് എക്സ് പ്ലസ് 2p നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് പി എന്ന് എഴുതാം. എഫിൻ്റെ പീരീഡ് 2p ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് പ്ലസ് പി എന്താണ്, എഫ് ഓഫ് എക്സ് പ്ലസ് പി ആണ്. അതെന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതുപോലെ എഫ് ഓഫ് എക്സ് പ്ലസ് 3p എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് പ്ലസ് 2p പ്ലസ് പി. എഫ് ഓഫ് എക്സ് പ്ലസ് 2p എന്താ, എഫ് പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് പി ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് 2p പ്ലസ് പി എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് പ്ലസ് 2p ആയിരിക്കും. അതെന്താണ്, ഈക്വൽ ടു നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എഫ് ഓഫ് എക്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് ജനറലി പോകുമ്പോൾ എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് പ്ലസ് എൻ പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതിൻ്റെ അർത്ഥം എന്താണ്, എഫിൻ്റെ ഒരു പീരീഡ് ആണെങ്കിൽ എൻ പിയും ഒരു പീരീഡ് തന്നെയായിരിക്കും. ദെർഫോർ ഇഫ് പി ഈസ് എ പീരിയഡ് of a periodic function f, then np is also a period. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്കറിയാം cos എക്സിൻ്റെ പീരീഡ് 2π അല്ലേ, 2π ഈസ് എ പീരിയഡ് ഫോർ cos എക്സ്. അപ്പോൾ എന്താണ്, 2π പീരീഡാണ്, 4π പീരീഡാണ്, 6π പീരീഡാണ്, 8π പീരീഡാണ്. ഇതെല്ലാം എന്താണ്, പീരീഡ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ, അതുകൊണ്ടാണല്ലോ നമുക്ക് കോസ് എക്സ് പ്ലസ് 4πയും കോസ് എക്സ് പ്ലസ് 6πയും കോസ് എക്സ് പ്ലസ് 2πയും എല്ലാം എന്താ വരുന്നത്, കോസ് എക്സ് തന്നെ വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ റിസൾട്ട്. പി ഒരു എഫ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ പീരീഡാണ് പി എങ്കിൽ എൻ ബിയും എന്തായിരിക്കും, അതേ ഫംഗ്ഷൻ്റെ പീരീഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇഫ് പി ഈസ് എ പീരീഡ് ദെൻ എൻ ബി ഈസ് ഓൾസോ പീരീഡ് ഓഫ് ദ സെയിം ഫംഗ്ഷൻ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, രണ്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു, എഫും ജിയും. ഇത് രണ്ടും പീരിയോഡിക് വിത്ത് പീരീഡ് പി ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഒരു എ എഫ് പ്ലസ് ബി ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനും എന്തായിരിക്കും, പീരിയോഡിക് വിത്ത് പീരിയഡ് പി ആയിരിക്കും. അപ്പോൾ എഫും ജിയും രണ്ട് പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് വിത്ത് പീരിയഡ് പി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായ എ എഫ് പ്ലസ് ബി ജി എന്തായിരിക്കും, ഓൾസോ എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് പി. പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, ഒന്നുമില്ല. എന്താണ് പ്രൂഫ് എളുപ്പമല്ലേ, എ എഫ് പ്ലസ് ബി ജി എന്താ കാണിക്കേണ്ടത്, പീരിയോഡിക് വിത്ത് പീരിയഡ് പി എന്ന് കാണിക്കണം. അപ്പോൾ എ എഫ് പ്ലസ് ബി ജി ഇൻറ്റു എക്സ് പ്ലസ് പി ഈക്വൽ ടു എന്ത് കാണിക്കണം, എ എഫ് പ്ലസ് ബി ജി എക്സ് എന്ന് കാണിക്കണം. അപ്പോൾ ഇത് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, എ എഫ് ഓഫ് എക്സ് പ്ലസ് പി പ്ലസ് ബി ജി ഓഫ് എക്സ് പ്ലസ് പി. ഇനി എഫും ജിയും എന്താണ്, പീരിയോഡിക് വിത്ത് പീരിയഡ് പി ആണ്. സോ എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് പി എന്ത് വരും, എഫ് ഓഫ് എക്സ് വരും, പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് പി എന്താണ്, ജിയുടെ പീരീഡും പി ആയതുകൊണ്ട് ബി ഇൻറ്റു ജി ഓഫ് പി. ഇതെങ്ങനെ എഴുതാം, എ എഫ് പ്ലസ് ബി ജി ഓഫ് പി. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി. എഫും ജിയും രണ്ട് പീരിയോഡിക് ഫംഗ്ഷൻസ് വിത്ത് പീരിയഡ് പി ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായ എ എഫ് പ്ലസ് ബി ജി എന്തായിരിക്കും, ഇറ്റ്സ് ഓൾസോ എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് പി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഒന്ന് വെറുതെ ഓർത്ത് വെച്ചു. അതായത് പി ഒരു പീരീഡ് ആണെങ്കിൽ എൻ ബിയും പീരീഡ് ആയിരിക്കും. അതുപോലെ സെയിം ഫംഗ്ഷൻ്റെ എഫ് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്, അതിൻ്റെ ഒരു പീരീഡ് പി ആണെങ്കിൽ എൻ ബിയും എഫിൻ്റെ പീരീഡ് ആയിരിക്കും. അതുപോലെ രണ്ട് ഫംഗ്ഷൻ എഫും ജിയും കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെയും ജിയുടെയും പീരീഡ് പി ആണെങ്കിൽ എ എഫ് പ്ലസ് ബി ജിയുടെയും പീരീഡ് പി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാം, ഫണ്ടമെൻ്റൽ പീരീഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പീരിയോഡിക് ഫംഗ്ഷന് പി പീരീഡ് ആണെങ്കിൽ എൻ പിയും പീരീഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഒരു പീരിയോഡിക് ഫംഗ്ഷന് പി ഒരു പീരീഡ് ആണെങ്കിൽ എൻ പിയും പീരീഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര പീരീഡ് ഉണ്ടാവും, പീരിയോഡിക് ഫംഗ്ഷന് ഇഷ്ടം പോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീരീഡ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഏറ്റവും സ്മോളസ്റ്റ് പീരീഡ് കൺസിഡർ ചെയ്യുന്നു. സ്മോളസ്റ്റ് പീരീഡ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ ഒത്തിരി പീരീഡുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് അതിൽ ഒരു ഏറ്റവും സ്മോളസ്റ്റ് പീരീഡിനെ നമ്മൾ എന്ത് പറയും, ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് കോസ് എക്സിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്താണ്, ഏറ്റവും സ്മോളസ്റ്റ് പീരീഡ് 2π ആണ്. 4π 6π 8π എല്ലാം പീരീഡുകളാണ്, പക്ഷേ അതിൻ്റെ സ്മോളസ്റ്റ് പീരീഡിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ ടാൻ എക്സിൻ്റെ എന്താണ് ഫണ്ടമെൻ്റൽ പീരീഡ് പൈ ആയിരിക്കും. 2π 3π 4π എല്ലാം പീരീഡുകളാണ്, പക്ഷേ
ഫണ്ടമെൻ്റൽ പീരീഡ് എന്താണ്? സ്മോളസ്റ്റ് പീരീഡ് പൈ. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്തായിരിക്കും? ഫണ്ടമെൻ്റൽ പീരീഡ് ഫോർ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്തായിരിക്കും? ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് പീരീഡ് അല്ലേ? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ പീരീഡുകളൊക്കെ ഏതാണ്? ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ പീരീഡുകളാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ. സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ. ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് പീരീഡാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ പീരീഡുകൾ എന്താണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറും പീരീഡുകളാണ്. സോ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫണ്ടമെൻ്റൽ പീരീഡ് ഫോർ ദ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒരു സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അത് നിങ്ങൾ റിയൽ അനാലിസിസിൽ പഠിക്കുന്നുണ്ടല്ലോ. ദെയർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു തിയറൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ ഈക്വൽ ടു 0 അങ്ങനെ റിസൾട്ട് പഠിക്കുന്നില്ലേ? അപ്പോൾ ഒരു സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷന് ഫണ്ടമെൻ്റൽ പീരീഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഹാസ് നോ ഫണ്ടമെൻ്റൽ പീരീഡ്. ഇൻ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് പീരീഡുകളുണ്ട്, പക്ഷേ ഒരു ഫണ്ടമെൻ്റൽ പീരീഡ് ഇല്ല. കാരണം ഒരു സ്മോളസ്റ്റ് പീരീഡ്, അതായത് സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഹാസ് നോ ഫണ്ടമെൻ്റൽ പീരീഡ്. അപ്പോൾ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് പീരീഡ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് എന്തായിരുന്നു? ഒരു പീരിയോഡിക് ഫംഗ്ഷന് പി പീരീഡ് ആണെങ്കിൽ എൻ ബി പീരീഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എഫും ജിയും രണ്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. എഫിൻ്റെയും ജിയുടെയും പീരീഡ് പി ആണെങ്കിൽ എ എഫ് പ്ലസ് ബി ജിയുടെ പീരീഡും പി ആയിരിക്കും. തേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ പീരീഡ് പി ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിൻ്റെ പീരീഡ് എന്തായിരിക്കും? പി ബൈ എ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ബൈ ബിയുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ പി ബി ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എ എക്സിൻ്റെ പീരീഡ് പി ബൈ എ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ബൈ ബിയുടെ പീരീഡ് പി ഇൻറ്റു ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഡിവിഷൻ, ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് പല ഫങ്ഷൻസിൻ്റെയും പീരീഡ് കാണാൻ പറ്റും. കോസ് എക്സിൻ്റെ പീരീഡ് എന്താണ്? 2π ആണ്. അപ്പോൾ കോസ് 2x എന്തായിരിക്കും? p by 2, the 2π/2 equal to π. Cos 4x 2π/4 equal to π/2. ഇനി cos x/2 എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ബൈ ബിയുടെ പി ബി ആണ്. അപ്പോൾ കോസ് എക്സ് ബൈ ടുവിൻ്റെ കോസ് എക്സിൻ്റെ പീരീഡ് 2π × 2. കോസ് എക്സ് ബൈ 4ൻ്റെയോ 2π × 4, അതായത് 8π. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെ പീരീഡുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കോസ് πx എന്തായിരിക്കും? കോസ് πx എന്തായിരിക്കും? കോസ് എക്സിൻ്റെ 2π ആണ് ഡിവൈഡഡ് ബൈ എ. ഇവിടെ എന്താ? പൈ അല്ലേ? അപ്പോൾ കോസ് πx പീരീഡ് 2 ആയിരിക്കും. കോസ് 2πx കോസിൻ്റെ പീരീഡ് 2π ഡിവൈഡഡ് ബൈ എ 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിസൾട്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പം ചോദിക്കാൻ സാധ്യതയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ പീരീഡ് പി ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിൻ്റെ പീരീഡ് എന്തായിരിക്കും? പി ബൈ എ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ബൈ ബിയുടെ പീരീഡ് പി ബി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ട്രിഗോണോമെട്രിക് സീരീസ്. അപ്പോൾ ഒരു സീരീസ് ഓഫ് ദ ഫോം a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos nx പ്ലസ് bn sin nx. ഇതിനെയാണ് നമ്മൾ ട്രിഗണോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻസ് an bn എല്ലാം നമ്മൾ എന്താ പറയും? കോഎഫിഷ്യൻസ് ഓഫ് ദ സീരീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ എ സീരീസ് ഓഫ് ദ ഫോം ഈ ഒരു ഫോമുള്ള a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos nx പ്ലസ് bn sin nx. ഓക്കെ, അപ്പോൾ ഫോറിയർ സീരീസ് ഒരു ട്രിഗണോമെട്രിക് സീരീസ് ആണ്. നമുക്ക് ഫോറിയർ സീരീസ് അടുത്ത ദിവസം ഡിഫൈൻ ചെയ്യാം.
അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു പോസിറ്റീവ് റിയൽ നമ്പർ പി വേണം, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. ആ പിന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയഡ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കി. എന്തൊക്കെയാണ്? കുറച്ച് പീരിയോഡിക് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ സൈൻ എക്സ് കോസ് എക്സ് ഒക്കെ എടുത്താൽ അതിൻ്റെയൊക്കെ പീരീഡ് എന്താണ്? 2π ആണ്. ടാൻ എക്സിൻ്റെ പീരീഡ് π ആണ്. ഇനി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എടുത്താൽ ഏതൊരു പി എടുത്താലും എഫ് ഓഫ് എക്സ് പ്ലസ് പി എന്താണ്? സി, അതായത് എഫ് ഓഫ് എക്സ് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. അതിന് ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറും അതിൻ്റെ പീരീഡും ആയിരിക്കും. ഇനി പീരിയോഡിക് ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ഏതൊക്കെയായിരുന്നു? നമ്മൾ പ്രധാനമായിട്ടും ആദ്യം വരുന്നത് തന്നെ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. അതായത് എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് ഒക്കെ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്താൽ എഫ് ഓഫ് എക്സ് പ്ലസ് പി എന്താണ്? എക്സ് പ്ലസ് പി ഹോൾ സ്ക്വയർ ആണ്. അത് എക്സ് സ്ക്വയർ, അതായത് എഫ് ഓഫ് എക്സ് അല്ല. അപ്പോൾ അത് പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. അതുപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് എന്താണ്? പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. കാരണം എഫ് ഓഫ് എക്സ് പ്ലസ് പി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് പി വരും. അത് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു പി. അത് ഒരിക്കലും ഇ റേസ് ടു എക്സ് ആവില്ല. ഇ റേസ് ടു എക്സ് ആവണമെങ്കിൽ എന്ത് വേണം? ഈ ഇ റേസ് ടു പി 1 ആവണം. ഇ റേസ് ടു പി 1 ആവണമെങ്കിൽ പി 0 ആവണം. പക്ഷേ 0ക്ക് പീരീഡ് ആവാൻ പറ്റുമോ? ഇല്ല. കാരണം പീരീഡ് എപ്പോഴും എന്താവണം? പോസിറ്റീവ് റിയൽ നമ്പർ ആവണം. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും എന്താണ്? പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. അതുപോലെ ലോഗ് എക്സ് പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. പിന്നെ കൊസൈൻ്റെയും ഹൈപ്പർബോളിക് കൊസൈനും ഹൈപ്പർബോളിക് സൈനും, അതായത് കോസ് എച്ചും സൈൻ എച്ചും എന്താണ്? പീരിയോഡിക് അല്ല. കോസും സൈനും പീരിയോഡിക് ആണ്, പക്ഷേ കോസ് എച്ചും സൈൻ എച്ചും പീരിയോഡിക് അല്ല. കാരണം എന്താ? കോസ് എച്ചിനെ സൈൻ എച്ചിനൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ടേംസിലാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പീരിയോഡിക് അല്ലാത്തത് കൊണ്ട് കോസ് എച്ചും അതുപോലെ സൈൻ എച്ചും എന്താണ്? പീരിയോഡിക് അല്ല. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾസ് നോക്കിയത്. പിന്നെ നമ്മൾ 2-3 പ്രോപ്പർട്ടീസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു പ്രോപ്പർട്ടി? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് ഫംഗ്ഷന് പി ഒരു പീരീഡ് ആണെങ്കിൽ എന്തായിരിക്കും? എൻ പി ഈസ് ഓൾസോ എ പീരീഡ്. എഫ് എന്ന് പറഞ്ഞ പീരിയോഡിക് ഫംഗ്ഷൻ്റെ പീരീഡ് പി ആണെങ്കിൽ എൻ പി എന്തായിരിക്കും? വേറൊരു പീരീഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഒത്തിരി പീരീഡുകളുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് പീരീഡിനെ കൺസിഡർ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ കോസ് എക്സിൻ്റെ ഒക്കെ എന്തായിരിക്കും? 2π, 4π, 6π എല്ലാം പീരീഡുകളാണ്. പക്ഷേ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പീരീഡ്, അതായത് 2π. അതുപോലെ ടാൻ എക്സിൻ്റെ പീരീഡ് ഫണ്ടമെൻ്റൽ പീരീഡ് എന്തായിരിക്കും? π ആയിരിക്കും. പിന്നെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷന് ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറും എന്താണ്? പീരീഡാണ്. പക്ഷേ നമുക്കൊരു സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ പറയാൻ പറ്റില്ല, റിയൽ നമ്പർ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഒരു ഫണ്ടമെൻ്റൽ പീരീഡ് ഇല്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ പി ഒരു പീരീഡ് ആണെങ്കിൽ എൻ ബിയും ഒരു പീരീഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു? എഫിൻ്റെയും ജിയുടെയും പീരീഡ് പി ആണെങ്കിൽ എന്താണ്? അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എ എഫ് പ്ലസ് ബി ജിയുടെയും പീരീഡ് പി ആയിരിക്കും. പിന്നെ എന്താ പഠിച്ചേ? എഫിൻ്റെ പീരീഡ് പി ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിൻ്റെ പീരീഡ് എന്തായിരിക്കും? പി ബൈ എ ആയിരിക്കും. അതുപോലെ എഫ് ഓഫ് എക്സ് ബൈ ബിയുടെ പീരീഡ് എന്തായിരിക്കും? ബി പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് നോക്കി. അതിനുശേഷം നമ്മൾ എന്താണ്? ട്രിഗ്നോമെട്രിക് സീരീസ് പറഞ്ഞു. ട്രിഗ്നോമെട്രിക് സീരീസ് എന്താണ്? ഒരു ഈ ഫോമിലുള്ള സീരീസ് a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos nx പ്ലസ് bn sin nx. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രിഗ്നോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. ഈ an bn ഒക്കെ എന്താണ്? കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഓരോ ടേംസിനും 2π പീരീഡാണ് അല്ലേ? ഇതിലെ ഓരോ ടേംസിനും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷന് 2π ഒരു പീരീഡാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഏതൊരു പോസിറ്റീവ് നമ്പറും പീരീഡാണ്. ഇനി കോസ് എൻ എക്സിനും സൈൻ എൻ എക്സിനും എന്താണ്? 2π ഒരു പീരീഡാണ്. ഫണ്ടമെൻ്റൽ പീരീഡ് ആവണമെന്നില്ല, എങ്കിലും ഒരു പീരീഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രിഗ്നോമെട്രിക് സീരീസ് എന്താണ്? അതിൻ്റെ മൊത്തത്തിൽ നോക്കിയാൽ 2π ഒരു പീരീഡാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഏത് പോസിറ്റീവ് നമ്പറും പീരീഡാണ്, അതുകൊണ്ട് 2π പീരീഡാണ്. അതുപോലെ കോസിനും സൈനിനും ഒക്കെ എന്താണ്? 2π ഒരു പീരീഡാണ്. അപ്പോൾ ഈ മൊത്തം ട്രിഗ്നോമെട്രിക് സീരീസിന് എന്താണ്? 2π പീരീഡാണ്. അതുകൊണ്ട് തന്നെ ഇത് കൺവേർജ് ചെയ്താൽ ഇത് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെയും പീരീഡ് എന്തായിരിക്കും? 2π ആയിരിക്കും. സീരീസിൻ്റെ കൺവേർജൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും, എത്തിയിട്ടുണ്ടാവും റിയലിൽ. അപ്പോൾ ഇത് കൺവേർജ് ചെയ്താൽ അതിൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ സമ്മ് എന്തായിരിക്കും? ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് ട്രിഗ്നോമെട്രിക് സീരീസ്. ഇനി നമ്മൾ ഫോറിയർ സീരീസ് ഡിഫൈൻ ചെയ്യും. ഫോറിയർ സീരീസ് ഒരു ട്രിഗ്നോമെട്രിക് സീരീസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്.